പ്രതീക്ഷിച്ച് ഷമാ മുഹമ്മദ് പോലെയുള്ള ചില നേതാക്കളൊക്കെ നിരന്തരം ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചുകൊണ്ട് നേരത്ത് എന്നോട് ആദ്യം ചോദിക്കണ്ടേ? ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ, എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, പാർട്ടിയെയും മുന്നണിയെയും ജയിപ്പിക്കണം. രാവിലെ മുതൽ കേസിന്റെ വീട്ടിലെ നേതാക്കൾ ഓരോരുത്തരെ എത്തുകയാണ്. എപ്പോഴത്തേക്ക് ഒരു പട്ടിക വരും? നാട്ടിലെ ആളുകൾ കാണണം എന്ന് പറഞ്ഞാൽ കാണുന്ന സ്വാഭാവികമല്ലേ, അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമായതുകൊണ്ട് ഒരു പ്രത്യേകത ഇല്ലേ കൂടിക്കാഴ്ചകൾക്ക്? എന്തായാലും ഇല്ല, തർക്കങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. തർക്കങ്ങളെ കുറിച്ച് ലക്ഷ്യം എല്ലാവരുടെയും ഒന്നായതുകൊണ്ട് പാർട്ടിയെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ശരത്ചന്ദ്ര പ്രസാദും അജയ് തറയിലും പോലെയുള്ളവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സംബന്ധിച്ച് വലിയ പ്രശ്നം നിൽക്കും. CMPക്ക് കൊടുക്കുന്നതില് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അല്ലല്ല ഇന്ന് രാവിലെ ഒരു ചാനലിൽ കേട്ടു. ഇന്ന് രാവിലെ ഞാൻ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് മറ്റ് MP മാർക്കും മത്സരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചുകൊണ്ട് നേരത്ത് എന്നോട് ആദ്യം ചോദിക്കണ്ടേ എന്റെ കാര്യം? ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ. ഇതൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരത്ചന്ദ്ര നല്ല കോടിയിലായിട്ടുള്ള, എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല കോടിയിലായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല അടുത്ത കാലത്തൊന്നും. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, പാർട്ടിയെയും മുന്നണിയെയും ജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ചർച്ചകൾ, എല്ലാവരും കൂടെ കൂടിയിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ LPG ഗ്യാസിന്റെ കാര്യം ആലോചിക്കുന്നില്ലേ? ഇന്ന് എന്താണ് സ്ഥിതി രാജ്യത്ത്? കിട്ടാനില്ല. ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, കൊമേഴ്സ്യൽ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സിലിണ്ടർ കൊടുക്കേണ്ടത്. ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യത്ത് അതല്ലേ? ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സർക്കാരാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന പോലുമില്ല. സാറ് മത്സരിക്കുമെന്നുള്ള ചില ഊഹാപോഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെങ്ങനെ നോക്കിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എന്റെ എത്ര വെണ്ടക്കാശ്, ഇതൊന്നും മറവി രോഗമുണ്ടോ? അല്ലാതെ അവരോട് ചോദിക്കണം. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാർട്ടി പിന്നെ തീരുമാനം എടുക്കുമല്ലോ, ഹൈക്കമാൻഡിനൊക്കെ കൃത്യമായ തീരുമാനങ്ങളുണ്ടാവും ഓരോന്നിനും. നിങ്ങള് എന്റെ കാര്യം പറയുമ്പോൾ എന്നോട് അങ്ങനെ പറയും, ഒരു ദിവസം ഒരു വാർത്ത പറയും, ഒരു ദിവസം വേറൊരു വാർത്ത പറയും. അല്ല, ചില MP മാര് മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് ആരെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നൊന്നും പക്ഷെ ഇക്കാര്യത്തില് പാർട്ടിക്ക് ഒരു നയം ഉണ്ടാവും. ആ നയം പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. പക്ഷെ അതിന് മുന്നേ പ്രഖ്യാപിച്ചല്ലോ, സ്വയം പ്രഖ്യാപിച്ചല്ലോ ഞാൻ മത്സരിക്കുകയാണെന്നൊക്കെ. ഞാൻ കണ്ടിട്ടില്ല. KC സീറ്റ് പ്രതീക്ഷിച്ച് ഷമാ മുഹമ്മദ് പോലെയുള്ള ചില നേതാക്കളൊക്കെ നിരന്തരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.